അസ്സലാമു അലൈക്കും ഗൈസ്. അങ്ങനെ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് വീട്ടിൽ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റാണ് വരുന്നത്. സോ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇന്ന് നമ്മളെന്തായാലും അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. ഞാൻ, ഉമ്മ, അനിയൻ, പിന്നെ മോളൂസ്. ഞങ്ങൾ നാലാളല്ല. മോളൂസിനെ പിന്നെ എനിക്കൊരു കമ്പനി കൂട്ടുക. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ കട്ട പോസ്റ്റ് പിടിക്കും. സോ മോളൂസിനൊരു കമ്പനി കൂട്ടിയതാണ്. ദെൻ ക്ലൈമറ്റ് കുറച്ച് ടാസ്ക്കാണ്. മഴ പെയ്യൂലെന്നുള്ള അറിയില്ല. ഞാനാണെങ്കിൽ വണ്ടിയിലൊക്കെ കഴുകി ഷുണ്ടറ കുട്ടപ്പനാക്കി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്. ചോപ്പിട്ടോ മറ്റേ കുപ്പാൻ്റെ വണ്ടിയോ. പിന്നെ മോളൂസ് നേരത്തെ ഹാജരായിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോകണമെങ്കിൽ തേങ്ങ കാട്ടാണ്ട് ദോരത്തും വരുന്നു. ഇതെടുത്തോ പാത്രം. ആ പാത്രം വെച്ചിരുന്നോ? ഇടിക്കല്ലേ ഉറുമ്പ് ചെയ്യുന്നത് നല്ല റൂം ഇറങ്ങിയത് ഇതല്ലേ കിട്ടിയില്ല. ഞാൻ ആട്ടാൻ കൊടുക്കൽ കഴിഞ്ഞു. ഇനി കുഞ്ഞോളെ പോയി കൂട്ടിയിട്ട് വരാം ഗൈസ്. മെല്ലെ അടക്കാൻ പറ്റുന്നില്ല, സ്പീഡിലും അടക്കാൻ പറ്റുന്നില്ല. അമ്മായിന്റെ മരോടല്ലേ ഓളും മോള് നിക്കാക്കുമ്പോ എന്താ പറയണ്ടി? നിക്കാക്കുമ്പോ എന്താ പറയണ്ടി? കുഞ്ഞോളെ കിട്ടിയിരിക്കുന്നു. സോ ഗൈസ്, ആരും ചോറ് കഴിച്ചിട്ടില്ല. ഇപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പുഴയോരം മീൻ സദ്യയിലാണ്. സോ ഗൈസ്, നമ്മളത് നല്ല അന്തസ്സായിട്ട് മൂഞ്ചി എന്ന് പറഞ്ഞാൽ അടി കിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും പറയാൻ പാടില്ല. നമ്മൾ വീണ്ടും ശശിയായി ഗൈസ്. ഗതി കെട്ട പുലി പുല്ലും തിന്നു പറഞ്ഞ പോലെ ഗതി കെട്ടിട്ട് പട്ടി നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ദാരിദ്ര്യം അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ സ്നേഹം. സോ നമ്മളിനി എന്ത് ചെയ്യും? അടുത്ത് ഇപ്പൊ ഫുഡ് കഴിക്കാൻ എന്ത് ചെയ്യാം? പുഴയാറെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. മീന് സദ്യ കാണുന്നുണ്ടല്ലോ അല്ലേ? അത് നിൽക്കുന്നു. നോ ഫുഡ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 മണിക്ക് വന്നിട്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര് വരാനാ? സമയം എത്രയായി? കാർ പാർക്കിങ്ങിന് കൊടുത്ത് 30 രൂപ മുതലായില്ലല്ലോ എന്നായപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. നോക്കാം, ഇനി അടുത്ത വേറെ എവിടെയും കട ഉണ്ടോ? സദ്യ കിട്ടാത്ത സംഘടന ചിക്കൻ ബിരിയാണി തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാം കേൾക്കുന്നുണ്ട്. വെജ് ആൻഡ് നോൺ വെജ് ഓപ്പോസിറ്റ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. കൈയൊക്കെ തടിച്ചില്ല. എൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ കൈയൊക്കെ തടി കുറഞ്ഞു. അതായത് പണ്ടോടെ ക്യാമറ എന്ത് ആര് പണ്ടോടെ ക്യാമറ എന്ന് പറയാം. എന്തുവാ എൻ്റെ ഫാൻസുകളെ കൊണ്ടാ ഇതപ്പാ 10 അടിച്ച് ഇപ്പോൾ ഇട്ടിട്ടില്ല വീഡിയോ. 10 അടിച്ച് വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇതാണ് ജാടയാത്തൊരു സെലിബ്രിറ്റി. 10 ആയില്ലേ?
ആകെ ഞാൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ചിക്കൻ നല്ല ജ്യൂസിയാണ്. മസാല കുറച്ച് കൂടുതലാണ്. പക്ഷേ ഓവറോൾ ഒരു 10 gram ഒരു 6.5 ഫാമിലി അത് സെറ്റപ്പ് ആക്കിയാണല്ലോ. നമുക്ക് സ്റ്റെപ്പ് കയറാം. അത് നാലുള്ളൂ. എന്തിനോടൊപ്പം ബ്രദർ മെച്ചിനെ ലക്ഷ്യമിട്ടിട്ട് നമ്മൾ സ്റ്റെപ്പ് പോയി. കോഫി അടിക്കാൻ പോവാ. ചേച്ചി കോഫി കോഫി ചേച്ചി ചേച്ചി കോഫി നമുക്കാണല്ലോ നാളെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല. അനക്കുണ്ടാവില്ലേ കാരണം അന്ന് കുടിച്ചോക്കാം. ഞാൻ കുടിച്ചോടി പദം മതം കിട്ടിയിട്ടുള്ളു. ചൂടാണ്. കുട്ടൂസിനെ പെൺകുട്ടികൾ നോക്കണോണ്ട് നമുക്ക് കോഫി വേണ്ടെന്ന് കുട്ടൂസ് കോഫി വാങ്ങിയില്ല. അങ്ങനെ പെൺകുട്ടികൾ നോക്കി കൊടുപ്പിക്കുന്നു. ഫാൻസ് 7XOGൻ്റെ ഫാൻസ് ആകണം. കമ്മിങ് ഇങ്ങനെ പിന്നാലെ കണ്ടല്ലോ. ഇവർക്കാണെങ്കിൽ എത്ര തപ്പിയാലും കിട്ടില്ല. ഉമ്മച്ചിക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കോഫി കൊടുക്കുന്നിടത്ത് ആളില്ല ഗൈസ്. കോഫി കൊടുക്കുന്ന ആളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു പറയാണ് കോഫി കൊടുക്കുന്ന ആൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ഫാമിലി വന്നാൽ കിട്ടില്ല. എന്തായാലും 2-3 ഷോപ്പ് നോക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും തീരുമാനമായി. ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തേലും നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഡ്രസ്സ് എടുക്കൽ തള്ളിക്കലിൻ്റെ ഭാഗമായി നമ്മൾ അടുത്തതായി എത്തിപ്പെട്ടിരിക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് തിരൂർ. കട്ട പോസ്റ്റ് ടൈം. അൽഹംദുലില്ലാഹ്. തീരെ പറ്റിയിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ഷോപ്പായ ബ്രൈഡൽ കളക്ഷനിലും നമുക്ക് സാധനം കിട്ടിയില്ല. നമ്മളിനി അടുത്ത ഷോപ്പായിട്ടുള്ള എന്തേന്ന് എക്സ്പ്രസ് മോളോ അങ്ങനെ ഏതോ ഒരു മോളിനുള്ളിൽ ഏതോ ഒരു കട തപ്പി കടന്നുകൊണ്ടിരിക്കുക. ഇന്ന് കിട്ടുമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്, എക്സ്പ്രസ് മോൾ. തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഗൈസ് തെണ്ടി തിരിഞ്ഞ് അങ്ങനെ കുഞ്ഞൊക്കെ നമുക്ക് ഫെയ്ത്ത് ഡ്രസ്സ് കിട്ടി. അങ്ങനെ ഫെയ്ത്ത് അവിടെ വിശ്വാസം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ ഒരിക്കലൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു, ബട്ട് കിട്ടി. അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ ജാസി ഫാനായിട്ടുള്ള ആള്. ഇത് ജാസി ഫാൻ അല്ലേ? അങ്ങനെ ജാസി ഇനി പതിവായി വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും മലപ്പുറം വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടീനെ കാണണം. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പണിയുണ്ട് കേട്ടോ.
അങ്ങനെ ഗൈസ് കുഞ്ഞോക്ക് ഡ്രസ്സ് കിട്ടി. ഇനി ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉമ്മ പറഞ്ഞ് വേറെ എവിടെയും പോകണ്ട, നമുക്ക് ഫെയ്ത്ത് തന്നെ മതി, ഫെയ്ത്തിൽ ഉമ്മക്ക് ഭയങ്കര വിശ്വാസമാണെന്നുള്ളത്. അപ്പോൾ ഇനി ഉമ്മ ഡ്രസ്സ് എടുക്കാൻ നോക്കുകയാണ്. ഇനി ബാക്കി നോക്കാം. നമ്മൾ മിസ്സിനെ കളറാക്കും നോക്കൂലേ. അങ്ങനെ ഗൈസ് ഉമ്മച്ചീനെ ഫെയ്ത്ത് കൈവിട്ടു. അങ്ങനെ നമ്മൾ ആത്മാവിലേക്ക് വന്നിരിക്കുകയാണ്, അതായത് സോൾ. നാണം വരുന്നുണ്ടോടെ. നെക്സ്റ്റ് മേക്കപ്പ് സെറ്റ് അവിടെ റോള് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2000 റുപ്യ ഒരു മേക്കപ്പ് സെറ്റിന് മാത്രം. ഇറ്റ്സ് മോർ ദാൻ ഐ തിങ്ക് 1700-800 എത്രയായി. ആകെ 5-6 സാധനം 1700 ഇരിക്കണ. അങ്ങനെ ബൈസ് മോളുടെ തണ്ടി തിരിയൽ കഴിഞ്ഞു. ഇനി ഉമ്മാൻ്റെ തണ്ടി തിരിയൽ. ഇല്ലമണി ജാസിന്റെ കട്ട ഫാൻ. ജാൻമണി, ജാസി അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഉള്ളത്. റോൾ മോഡൽ. ഒന്ന് മോഹം കാണിക്കാൻ ഒമേഗളിൽ ലൈവ് പോയി. അപ്പോൾ അവളോട് ഒരു ചെക്ക വന്ന് ചോദിച്ചു നീ ഗേ ആണോ? മോളോസിലെ തിന്നലാണ് കുട്ടൂസിന്റെ പണി. മമ്മിക്ക് ഡ്രസ്സ് എടുക്കൽ ഈ അടുത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മാക്ക് ഇപ്പം ഇത് ഉമ്മാൻ്റെ തപ്പൽ മാത്രം ഇപ്പോൾ ഇത് 3ാമത്തെ ഒപ്പം. കുഞ്ഞോക്ക് എടുക്കാനൊക്കെ പണിയാണ് ഉമ്മച്ചിക്ക് എടുക്കാൻ. ജോയി പോയ അമ്മച്ചീനെ അവിടുന്ന് പുറത്താക്കി. ഇവിടെ കുട്ടിയൊക്കെയുള്ളൂ, തള്ളാർക്കൊന്നും ഇല്ലല്ലോ, ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചീനെ അവിടുന്ന് പുറത്താക്കി. നമുക്ക് അടുത്ത ഷോപ്പിൽ പോകും. അങ്ങനെ ഗൈസ് ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ നോക്കി. ഉമ്മച്ചിക്ക് ഒന്നും പറ്റാത്തതുകൊണ്ട് വേണ്ട പറഞ്ഞു. ഇപ്പോൾ കുട്ടൂസിന് പാൻറ് എടുക്കണം, അതാണ് അടുത്ത പരിപാടി. അതാ വരുന്നത് കുട്ടൂസ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് വാട്ട് ഹി ഹാവ്. ഇനി അടുത്ത കറക്കം ഈ സാധനത്തിന് ചെരുപ്പെടുക്കൽ. ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന കലാപരിപാടി വളയും മാലയും. വെച്ചോക്ക് ഇത് രസമുണ്ട്. ആണ്ടെങ്കിൽ എന്നാ പിന്നെ എടുക്കണ്ട, വിട്ട് അവരെ വിളിക്കുന്നു. അയ്യോ അത് കത്തി ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി ഇജെന്നെ കൊണ്ടുപോയി എൻഗേജ്മെന്റ്. ചക്കൻ കൊണ്ടുപോയി, ചക്കൻ കൊണ്ടാ പ്രശ്നയ്യ. ഇനി മേലെ കയറണം കുറച്ചും കൂടി. ഇതെങ്ങനെ അവിടെ കുടുക്കി കൊടുക്കലല്ലേ? ഇതെന്താ ഞാൻ ഓക്കെ. അല്ല ഈ മുടി എങ്ങനെ ഇവിടെ എത്തി? നടു നടുവില് പോയി കൊണ്ടുപോയിക്കണ്ടേ? എന്താ എൻ്റെ അഭിപ്രായം? വേണം വേണ്ട വേണമെന്നാണ് നമുക്ക്. പക്ഷേ വെറുതെ ഉളക്കുന്നത് കിട്ടോളുണ്ടോ? അടുത്താ സീരിയസ്ലി ലെസൺ ഓക്കെ ഇഷ്ടപ്പെടുന്നത് അന്റെ ഇഷ്ടം ഒപ്പനെ
ഓപ്പണായി അല്ല ഞാൻ ഇത് ഇടൂല ഇഷ്ടമുള്ളത് പക്ഷെ എനിക്ക് രസം ഇട്ടിട്ടേ അല്ല ഞാൻ പറയാം കാര്യത്ത് പറയാം. ഹായ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ അല്ല ഗൈസ്, നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മൾ പെങ്ങൾക്ക് എടുത്ത ഡ്രസ്സ്. ഇത് ഉമ്മാക്ക് എടുത്ത ഡ്രസ്സ്. ഉമ്മാൻ്റെ ഡ്രസ്സ് കാണുന്നുണ്ടല്ലോ. ഇത് ഉമ്മാക്ക് എടുത്തത് ബെഡ്ഷീറ്റ്, ചവിട്ടി ആൻഡ് ഹാൻഡ് വാഷ്, കുഞ്ഞുങ്ങൾ മേക്കപ്പ് സെറ്റാണ്. ഓ മൈ ഗോഡ്, ബ്രാൻഡഡ് എന്തൊക്കെയോ സംതിങ്. ആൻഡ് ഇതാണ് ചെരുപ്പ്. ഇത് കുഞ്ഞോളെ ചെരുപ്പ്, ഉമ്മച്ചിൻ്റെ ചെരുപ്പ്. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സ്, ചോയ്സ് റെഡിമെയ്ഡ്സ്, ഫെയ്ത്ത് ആൻഡ് റീഗൽ, മിസ്റ്റിക്കാണ് നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ. ആൻഡ് എവറിത്തിങ് ഈസ് ഡൺ. ഇനി ബാക്കി പിന്നെ കാണാം.